നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനാ ഇവളെ കണ്ടെത്തി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊന്നും ചികഞ്ഞെടുത്ത് ആരും മനപ്രയാസപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എല്ലാം നല്ല വഴിക്ക. നമ്മുടെ രണ്ട് കുടുംബങ്ങളിലും ഇനി സന്തോഷത്തിന്റെ നാളുകൾ മാത്രം നിറയാൻ പോവാ. നേരം ഒരുപാട് വൈകിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ പോവാം. ഇനി ഇവള് നിങ്ങളുടെ മകൾ മാത്രമല്ല, എന്റെ മരുമകളും കൂടിയാ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ സംസാരിക്കാം. വൈകിക്കണ്ട, നാളെയോ മറ്റന്നാളോ തന്നെ. ആകെ ഒരു നിർബന്ധമേ എനിക്കുള്ളൂ. നിതീഷിന്റെയും ഇവളുടെയും കല്യാണം ഉടനെ നടത്തണം. അതിന് ഇനി ഒട്ടും കാലതാമസം വേണ്ട. എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല ഞങ്ങൾക്ക്. അനുരാധ രക്ഷിച്ചത് എന്റെ മോളെ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തെ കൂടിയാ. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നന്ദി പറയേണ്ട എന്ത് കാര്യം ഇതിലുള്ളത് ഇന്നലെ? എന്റെ മോനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണല്ലാതെ പിന്നെ ആരാ അവന്റെ ഭാര്യയാകേണ്ടത്? നന്ദിത നിതീഷിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തിരിച്ച് അവനും ഇവളെ ജീവനാ. ശരി, ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്വസ്ഥമായിട്ട് നാളെ സംസാരിക്കാം. നേരം ഒരുപാട് വൈകി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്റെ മോളോട് അനുരാധ കാണിക്കുന്ന ഈ കരുതലിനും സ്നേഹത്തിനും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ഫെബ്രുവരി 13 പേഷ്യന്റ് സത്യനാരായണൻ, വയസ്സ് 52. ചികിത്സ നടത്തേണ്ടത് ബൈസ്റ്റാൻഡറും സുന്ദരിയുമായ ഭാര്യയുടെ ആവശ്യപ്രകാരമാണ്. അനുരാധ. 2002 ഫെബ്രുവരി 23. അവരെന്നും എന്നെ കാണാൻ വന്നിരുന്നു. സത്യനാരായണന്റെ സുന്ദരിയായ ഭാര്യ. അവരുടെ പെരുമാറ്റം എന്നെ കൂടുതൽ ആകർഷിക്കുന്നു. അതിലേറെ ആകർഷിക്കുന്നത് അവരെനിക്ക് വാഗ്ദാനം ചെയ്ത തുകയാണ്. അവരുടെ ആവശ്യം എനിക്ക് തട്ടിക്കളയാനാകുന്നില്ല. മാർച്ച് 3. സത്യനാരായണന്റെ ചികിത്സ ഞാൻ ഏറ്റെടുത്തു. അനുരാധയ്ക്ക് വേണ്ടി ഒരാളെ മരണത്തിലേക്ക് മെല്ലെ മെല്ലെ തള്ളി വിടുന്നതിനെ ചികിത്സ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. 2002 മാർച്ച് 27. സത്യനിപ്പോൾ പൂർണ്ണമായും ഒരു കിടപ്പ് രോഗിയായി കഴിയിരുന്നു. എൻ്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ ആദ്യ ഗഡുവായി എത്തിയിരുന്നു. പക്ഷേ ഞാൻ കാത്തിരുന്നത് ഇന്ന് വൈകിട്ട് അനുരാധ എനിക്ക് വാഗ്ദാനം ചെയ്ത നിമിഷത്തിന് വേണ്ടിയാണ്. കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾക്ക് എന്ത് ദൈർഘ്യമാണ്! 2002 മെയ് 25. സത്യനാരായണൻ പൂർണ്ണമായും അവശനായി കഴിഞ്ഞിട്ട് 3 മാസങ്ങൾ പിന്നിടുന്നു. ഇനി അയാൾക്ക് അധികം നാൾ ബാക്കിയുണ്ടാകില്ല. പറഞ്ഞ തുകയും പറയാത്ത പലതും അനുരാധ എനിക്ക് നൽകിക്കൊണ്ടേയിരുന്നു. 2002 ആഗസ്റ്റ് 1. സത്യനാരായണന്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ കാണരുതെന്ന് അനുരാധയുടെ തീരുമാനം. ഇത്രയും നാൾ ഗിരി അവരെ അമ്മയെന്ന് വിളിച്ചു പോയത് ഓർത്തേ എനിക്ക് ദുഃഖമുള്ളൂ. അവരൊരിക്കലും ഒരു മനുഷ്യജന്മം ആവാനായിട്ട് വഴിയില്ല. രാക്ഷസി.
അനുരാധയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും കൺമുന്നിൽ നിരന്നു കഴിഞ്ഞിരിക്കുക. അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ എല്ലാവരുടെയും കണക്ക് പുസ്തകം ദൈവത്തിന്റെ കയ്യിലാണെന്ന് മണികണ്ഠൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. ഗിരി ഒന്നിങ്ങ് വരണ്ട താമസം. കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു തീരുമാനമായിരിക്കും. ഹലോ അമ്മേ. മോളെ സുമി, നമ്മുടെ നന്ദു വന്നു. എന്താ പറഞ്ഞേ? നന്ദു തിരിച്ചെത്തിയെന്ന്. ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തി. നേരാണോ അമ്മേ? എങ്ങനെ? ആരാ അവളെ കണ്ടെത്തിയത്? പോലീസാണോ? നന്ദു എന്താ പറഞ്ഞേ? എവിടെയായിരുന്നു ഇത്രയും കാലം? അവളെ കൊണ്ടുവന്നത് ആരാണെന്ന് അറിഞ്ഞാലേ നീ ഞെട്ടും. വേറെ ആരുമല്ല, ഗിരിയുടെ അമ്മയാ മോളെ. മഹാലക്ഷ്മി അമ്മയോ? അല്ല എന്റെ സുമി, അനുരാധയുടെ കാര്യം ഞാനീ പറയുന്നത്. ഒടുവിൽ പോകുന്നതിന് മുമ്പേ അവര് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയോ നിനക്ക്? ഇനി ഇവള് നിങ്ങളുടെ മകൾ മാത്രമല്ല, എന്റെ മരുമകളും കൂടിയാ. ആ സുമി, എല്ലാം കലങ്ങി തെളിഞ്ഞു. ഒക്കെ നല്ല വഴിക്കായി. ഗിരിയുടെ അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. അവരിത്രയും നല്ല മനസ്സുള്ള സ്ത്രീയാണെന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. എന്തൊരു തങ്കപ്പെട്ട സ്ത്രീ അനുരാധ. നമ്മുടെ മോളുടെ ജീവിതമല്ലേ തിരിച്ചു കിട്ടിയത് അവര് കാരണം. 100 പുണ്യം കിട്ടട്ടെ അവർക്ക്. എന്തോ സുമി, ആരാ വിളിച്ചത്? എന്ത് പറ്റി? വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതും. ആഹാ, എന്താ വിശേഷം? നന്ദിത തിരിച്ചു വന്നു ഗിരി. ആഹാ, എപ്പോ? എങ്ങനെ? ഓക്കെ സുമി, നാളെ തന്നെ നീ അവളെ പോയി കാണണം. മാനസികമായിട്ട് അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സുമി കൊടുക്കണം. എന്തായാലും യാതൊരു ആപത്തും കൂടാതെ അവൾ തിരിച്ചെത്തിയല്ലോ, വലിയ സമാധാനം. എന്താ സുമി, സുമിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തേ? സുമി, സുമിയുടെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നന്ദിതയുടെ അവസ്ഥ എനിക്കറിയാം. അത് ഓർത്തുള്ള നിന്റെ വീട്ടുകാരുടെ ടെൻഷനും എനിക്ക് മനസ്സിലാവുന്നു. സുമി, ഏറ്റവും പ്രധാനം അവൾ ഒരാപത്തും കൂടാതെ വീട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാടോ. താൻ ധൈര്യമായിട്ട്. സുമി ഡയറി വായിച്ചോ? അതിലെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ സുമി? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകളോ? അത് ഗിരി, ഞാൻ ഉണ്ടാവും. ഇല്ലെങ്കിലേ ഇന്നോ നാളെയോ ഒന്ന് എണ്ണി ആ കിടപ്പ് കിടക്കുന്ന ഡോക്ടറില്ലേ, എന്നെ വിളിച്ചു വരുത്തി എനിക്കത് തരേണ്ട കാര്യമില്ലല്ലോ. അറിയില്ല, ഞാനത് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.